അമേരിക്കയുടെ ഭാഗം ചേരരുത് എന്നാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയാം അമേരിക്കയുടെ പല സൈനിക താവളങ്ങളും ഉള്ളത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഇറാന്റെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും പുറത്തുള്ള ക്രമീകരണങ്ങളുമായി വരുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പു നൽകാൻ കഴിയില്ല എന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസെം ഖരീബാബാദി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ സിംഗപ്പൂരിന്റെ കണ്ടെയ്നർ കപ്പലിന് നേരെ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ്. ഇറാൻ നൽകിയ റൂട്ടിലൂടെ അല്ലാതെ പോയാൽ ഇൻഷുറൻസോ സുരക്ഷാ ഗ്യാരണ്ടിയോ കിട്ടില്ല എന്നുള്ള മുന്നറിയിപ്പാണ്. ഇതിന് പിന്നാലെയാണ് ഈ സുരക്ഷിത പാത അടയ്ക്കുകയും ചെയ്തത്. അജയ്, ഇപ്പോൾ ഇറാൻ പ്രത്യാക്രമണം നടത്തിയെന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഒപ്പം ഇനിയും തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി വളരെ ശക്തമായി അസന്നിഗ്ധമായി ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇറാൻ മേഖലയിലുള്ള തങ്ങളുടെ സ്വാധീനം അതൊരിക്കലും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ധാരണാപത്രത്തിലെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചാണെങ്കിലും ഈ ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ സ്വാധീനം ശക്തമാക്കാൻ വേണ്ടി ഇറാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇറാൻ നിർദ്ദേശിച്ചിട്ടുള്ള പാതയിലൂടെ അല്ലാതെ യാത്ര ചെയ്ത ഒരു കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ട് തെളിയിക്കുന്നത്. ഈ സിംഗപ്പൂർ കൊടിയുണ്ടായിരുന്ന കപ്പൽ അത് മറ്റൊരു പാതയിലൂടെ ഇതിനു മുൻപേ ഹോർമുസ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ എങ്ങനെയാണോ ഹോർമുസ് കടലിടുക്ക് സ്ഥിതി ചെയ്തിരുന്നത് അതുപോലെ ഒരു സ്വതന്ത്ര ജലഗതാഗത പാത എന്നുള്ള നിലയിൽ യാത്ര ചെയ്തിരുന്ന കപ്പലിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതിൽ ഇറാൻ ഒരു ന്യായീകരണമായി പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഇറാന്റെ നിർദ്ദേശമനുസരിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ കപ്പലിന് നേരെ എന്ത് തരത്തിൽ ആക്രമണം നടന്നാലും അതിൽ ഇറാൻ യാതൊരുവിധ ഉത്തരവാദിത്വവും വഹിക്കില്ല, ഒരു ഇൻഷുറൻസ് കവറേജും ആ കപ്പലിന് നൽകില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അത്തരമൊരു കാര്യം തങ്ങളുടെ ഭീഷണി അതിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് നിലവിൽ ഇറാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഈ യുദ്ധസമയത്ത് വലിയ തരത്തിലുള്ള വ്യാപക ആക്രമണം തന്നെ ഇറാൻ നടത്തിയിരുന്നു. ഇനിയും US-നെ സഹായിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ശക്തമായിട്ട് ഇനിയും ആക്രമണം നടത്തും എന്നുള്ള ഭീഷണി തന്നെ ഇറാൻ നിലവിൽ മുഴക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ IRGC US-ന് നേരെ ഒരു തിരിച്ചടി നൽകിയതായിട്ട് അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. നിലവിൽ പശ്ചിമേഷ്യയിലുള്ള മറ്റൊരു രാജ്യത്തും ആക്രമണങ്ങളോ മറ്റ് സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇറാൻ ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കുന്നത് കാരണം ഈ മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ജാഗ്രത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അതാണ്. ഒമാൻ തീരത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. സംഭവത്തെ തുടർന്ന് വെള്ളിയാഴ്ച ഇന്നലെയും ഇന്നുമൊക്കെയായി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ഗണ്യമായ കുറവുണ്ടായതായാണ് ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റകൾ വ്യക്തമാക്കുന്നത്. അതായത് സുഗമമായി 100ഓളം കപ്പലുകൾ കടന്നുപോയതിനു ശേഷമാണ് വീണ്ടും ഇറാന്റെ ഈ പ്രവൃത്തി. അത് വീണ്ടും ഹോർമുസിനെ സംബന്ധിച്ചുള്ള ആശങ്ക വല്ലാതെ കൂട്ടുന്നുണ്ട്. ഇതിനിടയിൽ UAE ഞെട്ടിച്ച് മിസൈൽ മുന്നറിയിപ്പ് സന്ദേശം എത്തിയത് വലിയ ജാഗ്രത പാലിക്കാനുമൊക്കെ കാരണമായി. മിനിറ്റുകൾക്കകം ഓൾ ക്ലിയർ എന്ന സന്ദേശമൊക്കെ വന്നുവെങ്കിൽ പോലും UAE-യിൽ ഇന്നലെ വൈകുന്നേരം ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് വന്ന ഈ ആക്രമണ മുന്നറിയിപ്പ് പരിഭ്രാന്തി പരത്തിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു ആ മേഖലയിൽ ഉണ്ടായ വലിയ പ്രശ്നം. അതേസമയം മിനിറ്റുകൾക്കകം രാജ്യം സുരക്ഷിതമാണെന്നും ഓൾ ക്ലിയർ എന്നുള്ള സന്ദേശവും അധികൃതർ പുറപ്പെടുവിച്ചു. ഇന്നലെ വൈകിട്ട് 5:15 ദുബായിലും അബുദാബിയിലും ഒക്കെയുള്ള താമസക്കാരുടെ ഫോണുകളിലേക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ അടിയന്തര സുരക്ഷാ സന്ദേശം വന്നത്. കൃത്യമായി പറയുന്നത് അവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും ജനലുകളും വാതിലുകളും അടയ്ക്കണമെന്നും അവിടെ നിന്ന് മാറി നിൽക്കണമെന്നും മറ്റുമൊക്കെയാണ്. സാധാരണയായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇറാന്റെ ഡ്രോണുകൾ, മിസൈലുകൾ തുടർച്ചയായി പതിച്ചുകൊണ്ടിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടാകുന്നു എന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പും കാര്യങ്ങളും മറ്റും എത്തിയത്. അത് കുറേ നിമിഷത്തേക്കെങ്കിലും ആ രാജ്യത്തെ പരിഭ്രാന്തിലാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.